സൗദിയിലെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പങ്ങളിൽ ഒന്നാണിത്. പേര് ക്ലേച്ച. തണുപ്പ് കാലത്ത് സൗദിയിൽ പ്രിയമേറുന്ന ഈ അപ്പം നിർമ്മിച്ചു നൽകുകയാണ് ഖമീസിലെ ഈ വനിതകൾ. ഏതൊരു അറേബ്യൻ വിഭവത്തെയും പോലെ ക്ലേച്ചക്കുമുണ്ട് പഴങ്കഥകൾ. അവരുടെ പ്രിയപ്പെട്ട ദിവസങ്ങളിൽ കൂട്ടാകുന്ന ഈ പലഹാരത്തിന്റെ കഥ അറേബ്യയുടെയും ഇറാഖിന്റെയും ഭക്ഷണ കഥ കൂടിയാണ്. വൈവിധ്യമാർന്ന ഭക്ഷണം കൊണ്ട് സമ്പന്നമാണ് സൗദി അറേബ്യയുടെ വിവിധ പ്രവിശ്യകൾ. ഓരോ പ്രവിശ്യകൾക്കും അവരുടേതായ ഭക്ഷണ രീതി തന്നെയുണ്ട്. ബുറൈദയിലെ ഖലീജ എന്നറിയപ്പെടുന്ന ഭക്ഷ്യവിഭവം ഇത്തരത്തിലുള്ളതാണ്. ഖലീജ എന്നെഴുതി ക്ലേജ എന്ന് അറിയപ്പെടുന്ന ഈ വിഭവം സൗദിയിലെ ബുറൈദ, ഹായിൽ, മദീന മേഖലകളിൽ പ്രസിദ്ധമാണ്. അവിടെ നിന്നും സൗദി ആകെ ഇന്നത് പരന്നിട്ടുണ്ട്. ഖമീസിൽ വിവിധ രൂപത്തിലുണ്ടാക്കുന്ന ക്ലേജയുടെ വിശേഷങ്ങൾ രസകരമാണ്. ഇന്നിപ്പോൾ അതിന്റെ ഫെസ്റ്റിവലാണ് ബുറൈദയിൽ. സൗദിയുടെ ഹായിലിൽ നിന്നും നേരെ എത്തുന്ന പ്രവിശ്യയാണ് അൽ ജൗഫ്. അതിനപ്പുറം ഇറാഖാണ്. അവിടുത്തുകാരും പുരാതന ഹായിൽ മേഖലക്കാരും ഉപയോഗിച്ചു പോന്ന വിഭവമാണ് ക്ലേച്ച. ഇന്നത് സൗദിയിൽ ബിസ്ക്കറ്റ് രൂപത്തിൽ വരെ എത്തി. ഇതിന്റെ എല്ലാം കഥ പറയുന്നതാണ് ബുറൈദയിലെ കിങ് ഖാലിദ് കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന ഫെസ്റ്റിവൽ. ഗോതമ്പ് പാടത്തു നിന്നും അതിന്റെ കഥ തുടങ്ങുന്നു. مهرجان كليجة كل يوم يعطينا قصة جميلة، واليوم حنا رسونا بجنب مهرجان كليجة بقصة البعول، الزراعة البعلية، يحكي لنا قصة عن أهلنا الأولين اللي عقولهم ثقل طويق. هذه البعول، هذه الزراعة المطرية جبناها اليوم، السنبلة الحبة الواحدة جابت 7 سنابل، لنعلم أمهاتنا وبناتنا كيف يدخلنهم بالكليجة، واليوم دخلنهم بالكليجة، وقبله أمهاتنا دخلنا بالمطازيز ودخلنا بالقرصان وخن قدام الناس الحمد لله. والغرفة التجارية صراحة أعطتنا مساحة كبيرة إن نبدع من خلال البعول في الكليجة. ഗോതമ്പ് പൊടി കൊണ്ടാണ് ക്ലേച്ച ഉണ്ടാക്കുന്നത്. ഇതിനായി പ്രത്യേകം അച്ചുണ്ട്. അതിനകത്ത് ഈന്തപ്പഴം നിറക്കും. പ്രദേശത്തിനനുസരിച്ച് അപ്പത്തിനുള്ളിൽ നിറക്കുന്ന വിഭവം മാറും. ചിലയിടത്ത് പിസ്തയോ ബദാം പരിപ്പോ ആകും. ഒപ്പം പനിനീരും ഏലവും ചേർക്കും. പിന്നീട് ഓവനിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. وأشكر أمير القصيم على فتحه لنا هالمهرجان، وإن أسر منتجة ونستفيد من هالمهرجان. والله يوفقه ويسعده واللي مدد لنا. ونشكر الغرفة التجارية شكر جزيل على التمديد وعلى كل شيء حصلناه منهم، ونستفيد من هالمهرجان. കസീം ചേംബറിന് കീഴിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. മേഖലയിലെ സാംസ്കാരിക പൈതൃക ആഘോഷമായി ക്ലേച്ചയുടെ വിൽപ്പന മാറിയതായി കസീം ചേംബർ മേധാവി മീഡിയ വണിനോട് പറഞ്ഞു. شكرا قناة ميديا وان لتواجدها اليوم في مهرجان الكليجة ببريدة النسخة 15. سعداء بهذا التفاعل والاهتمام وهذا المهرجان. تظاهرة اقتصادية ثقافية تراثية. عدد كبير جدا من الزوار من داخل وخارج المملكة. سعداء بكم جميعا. കസീം അമീറാണ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത്. സൗദിയുടെ തനത് വസ്ത്രം അണിഞ്ഞ് കുട്ടികളും മുതിർന്നവരും സന്ദർശകരെ സ്വീകരിക്കുന്നു. അറബികളുടെ നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന പരമ്പരാഗത മധുര പലഹാരമാണിത്. മുതിർന്ന സ്ത്രീകളാണ് ഈ മേഖലയിൽ മുമ്പുണ്ടായിരുന്നത്. ഇപ്പോഴത് മാറി. ക്ലേച്ചയുടെ നിർമ്മാണത്തിന് നിലവിൽ വലിയ കമ്പനികൾ തന്നെ ഖമീസിൽ ഉണ്ട്. എങ്കിലും നാടൻ രുചി അറിയാനുള്ള വേദിയാണ് ഈ ഫെസ്റ്റിവൽ. തണുപ്പ് കാലത്താണ് ഇതിന് ഡിമാൻഡ് കൂടുതൽ. കല്യാണ ദിനങ്ങളിൽ വരന്റെ വീട്ടിലേക്ക് വധുവിന്റെ വീട്ടുകാർ പണ്ട് ഈ അപ്പം കൈമാറാറുണ്ട്. അഭിവൃദ്ധിയുടെ അടയാളമായിരുന്നു അന്ന് ക്ലേച്ച.
ഇന്ന് പെരുന്നാൾ ഉൾപ്പെടെ വിശേഷ ദിനങ്ങളിലും ഇത് കസീം, ഹായിൽ, മദീന മേഖലയിലെ വീടുകളിൽ നിർമ്മിക്കുന്നു. എന്നിട്ട് തൊട്ടടുത്ത വീടുകളിലേക്കും ബന്ധുക്കളിലേക്കും കൈമാറും. 20 ദിനം നീളുന്ന ഖമീസിലെ ഫെസ്റ്റിവലിൽ ഇങ്ങനെ ഒരുപാട് ഗൃഹാതുര കഥകൾ കൂടിയാണ് അറേബ്യൻ വനിതകൾ ചുട്ടെടുക്കുന്നത്.